ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ഹരാസ് ചെയ്യും, നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളി ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ് സിനിമ. സർവൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. പലരും അഭിപ്രായം പറയും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട്, നിങ്ങളുടെ ചോയ്സസ് ഉണ്ട്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ മുഖ്യമന്ത്രി ബാലഗോപാൽ സർ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ഷാജർക്ക, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു യൂത്ത് ഐക്കൺ പുരസ്കാരം വാങ്ങുന്നത്. അഭിമാനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് നേരിട്ട് ഈ ഒരു വിജയം കൈവരിച്ച ഒരുപാട് പേരുടെ കൂടെ ഈ അവാർഡ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ കൂടുതൽ ഉള്ളതുകൊണ്ട് പറയുകയാണ്. അതിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നത് കൊണ്ട് പറയുകയാണ്. ഞാൻ വന്നിരിക്കുന്ന മേഖല സിനിമയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ 2008 ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. ഭാഗ്യദേവത എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ് ഞാൻ വന്നത്. 2008 മുതൽ ഇങ്ങോട്ട് ഏകദേശം 15 വർഷത്തിന് മേലോളം ഞാൻ സിനിമയിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം ഇങ്ങനെ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് മറ്റ് മേഖലകളിൽ സംബന്ധിച്ച് നോക്കുമ്പം സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. ഇപ്പോൾ 15 വർഷമായിട്ട് ഞാനത് ചെയ്തു വരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, അത്രയും സോഷ്യൽ മീഡിയ പ്രസൻസും മറ്റേത് മേഖല തിരഞ്ഞെടുത്താൽ, നിങ്ങളൊരു അധ്യാപനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതൊരു മേഖലയിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ച് പേര് അഭിപ്രായം പറയും. നിങ്ങളോട് അഭിപ്രായങ്ങൾ പങ്കുവെക്കും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയും. പക്ഷെ സിനിമയോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖല എന്ന് പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ലോകത്തുള്ള സകല മനുഷ്യർക്കും അതിനോട് അഭിപ്രായം ഉണ്ടാകും. അവരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയും. നിങ്ങളെ ഹരാസ് ചെയ്യും, നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളി ചെയ്യും. ഇതൊക്കെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇവിടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരോടും ഞാൻ പറയുകയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ് സിനിമ. സർവൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരിക്കലും ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇല്ലാതാവുകയോ നിങ്ങൾക്ക് ചോയ്സസ് ഇല്ലാതാവുകയോ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ഇത്. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ട് കഴിഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും സക്സസ് ഉണ്ടാവും. നിങ്ങൾക്കിവിടെ നല്ലൊരു ഈ മേഖലയിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. എനിക്കറിയില്ല എത്ര പേര് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, സിനിമ ഇങ്ങനെയാണ്, സിനിമയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാവും എന്നൊക്കെ പറയുന്ന ഒരു സ്പേസിൽ നിന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സിനിമ. ആരെങ്കിലും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനവസാനം നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുമെന്ന് പറയാണ്. അതുമാത്രമല്ല, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ചോയ്സസ് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. പലരും അഭിപ്രായം പറയും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട്, നിങ്ങളുടെ ചോയ്സസ് ഉണ്ട്. അത് റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും അതിലൂടെ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുള്ളതുണ്ട്. നിങ്ങളുടെ റോങ് ചോയ്സസ് ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവുകയും ഒരു ചോയ്സ് റൈറ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സക്സസ് ആവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.